എൻ്റെ താമരക്കുളം എന്ന് പറഞ്ഞ ഒരാൾ ഓടിപ്പോകുന്നത് കണ്ട് പിന്നാലെ ഫോണും കൊണ്ട് പോയതുകൊണ്ടാണ് ഈ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയത് കേട്ടോ. ഇത് വേറെ ആരുമല്ല, നമ്മളെ ശങ്കരിപ്പെണ്ണാണ് കേട്ടോ. ഞങ്ങളെ കണ്ടതും ഈശ്വര ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, എന്താ ഇപ്പം ചെയ്യാന്നുള്ളൊരവസ്ഥയിൽ അനങ്ങാണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ കണ്ട പാടനെ ശങ്കരൻ ഒരൊറ്റ ഓട്ടം ഓടിയിട്ടുണ്ടായിരുന്നു. സംഭവത്തിൽ കുഞ്ഞൂസ് വിട്ടിരുന്ന് കാണുകയെന്ന് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം ഒപ്പിച്ച് വെച്ചത് ശങ്കരനാന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷെ ആസ്വാദനത്തിൽ കുറച്ച് കൂടുതൽ കൂടി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ശങ്കരിയായിരുന്നു കേട്ടോ. ആ ഒരു താമരക്കുളത്തുണ്ടായിരുന്ന താമരയുടെ വിത്തും താമരയും മീനും ഒക്കെ പുറത്തിട്ടിട്ട് നമ്മളെ ശങ്കരി അതിലങ്ങോട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. എൻ്റെ ഭഗവാനെ, എന്ത് പറഞ്ഞിട്ടാ കാര്യം? ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എല്ലാവരോടും അങ്ങോട്ട് കൂട്ട് കയറാൻ പറഞ്ഞു. കൂട്ടത്തിൽ കുഞ്ഞൂസ് അങ്ങോട്ട് കയറി കേട്ടോ. ചളിയില്ലാത്ത കുഞ്ഞൂസിൻ്റെ മേലും ആ വകുപ്പിലൂടെ അങ്ങോട്ട് ചളിയായി എന്ന് വേണമെങ്കിൽ പറയാലോ. പിന്നെ നേരെ മുറ്റത്തുള്ള കുറച്ച് മീനിനൊക്കെ പൊറുക്കി ജീവൻ രക്ഷിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതിനനുസരിച്ച് എന്നെ ശങ്കരി നോക്കുന്നുണ്ട് കേട്ടോ. പറ്റിപ്പോയതാ ഉണ്ണിമോളെ എന്നുള്ളൊരു ഭാവമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഞ്ഞൂസിനൊന്നും പറഞ്ഞു കൊടുക്കായിരുന്നു എന്ന് തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ നേരെ പുതിയ ഷാമ്പു അങ്ങോട്ട് പൊട്ടിച്ചു. തന്നെ കുളിപ്പിക്കുന്നത് നമ്മളെ കുഞ്ഞൂസിനെ കേട്ടോ. കുഞ്ഞൂസിനെ കുളിക്കുക പൊതുവേ അവൾക്ക് കുളിക്കാൻ ഇഷ്ടമല്ല. അതോടെ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് കൊഞ്ചിച്ചിട്ടൊക്കെ വിളിച്ചു വരുത്തി അവളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ശേഷം നമ്മളെ ശങ്കരിനെയാണ് കേട്ടോ. ശങ്കരിക്ക് പിന്നെ കുളിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളെ മേലുള്ള ആ ഒരു ചേറ് കളയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് കേട്ടോ. ഒരു വാഷൊക്കെ ചെയ്തതിന് ശേഷമാണ് ഷാമ്പു ഇട്ട് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചേറാണെങ്കിലോ ഒട്ടക്കത്തെ നാറ്റം കേട്ടോ. മേലെ ഒരു ഭാഗം ഒഴിവില്ലാതെയാണ് ഈ പെണ്ണങ്ങോട്ട് ചേറാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുളിപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ആൾ സഹകരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറ്റിപ്പോയത് കേട്ടോ. ഇനി ഞാൻ ചെയ്യൂല എന്നുള്ളൊരു ഭാവമൊക്കെ ആൾക്കുണ്ടെങ്കിൽ പോലും ഒക്കെ വെറുതെയാണ് കേട്ടോ. പാവത്തിൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ മാത്രമേ പോവാത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും കംപ്ലീറ്റ്ലി ചേറായിട്ടുണ്ട് കേട്ടോ. എത്രയോ കഷ്ടപ്പെട്ട് അങ്ങനെ അവളെ കുളിച്ച് നന്നാക്കിയതിന് ശേഷമാണോ നമ്മളെ ശങ്കരനെയും കുളിപ്പിച്ചത്. ശങ്കരനെ കുളിപ്പിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ. നിങ്ങൾക്കറിയാലോ അവൻ്റെ കോലം മുഖം വളരെ കഷ്ടമായിരുന്നു ഗൈസ്. എങ്ങനെയൊക്കെയോ ആണ് കുളിപ്പിച്ചിട്ടാണ് 3 എണ്ണത്തിൻ്റെ 3 കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പണിയെടുത്ത് ചേറിൽ കളിച്ച് വന്ന് കിടക്കുന്നതുകൊണ്ടാണെന്നറിയില്ല, ഒരു കുളി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ എണ്ണത്തിനും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ശങ്കരിക്ക് വിശപ്പിൻ്റെതും കുഞ്ഞൂസിൻ്റെ വെള്ളത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശങ്കരിയാണെങ്കിൽ വിശന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓരോ കുരുത്തക്കേട് കൂട്ടിലിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കാറുണ്ട് ഗൈസ്.